ഇന്ന് 9 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 99 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ബീഹാർ, ബംഗാൾ, ഒഡീഷ, ജാർഖണ്ഡ് എന്നിങ്ങനെ 9 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരും ഈ ഘട്ടത്തിൽ വിധിയെഴുതി. മികച്ച പോളിംഗ് ആണ് 4ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തുന്നത്. ഇനി നമ്മൾ മണ്ഡലം തിരിച്ചുള്ള വിവരങ്ങളിലേക്ക് പോകുമ്പോൾ എത്രയാണ് ഓരോയിടത്തെയും പോളിംഗ് ശതമാനം എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ആദ്യം ആന്ധ്രാപ്രദേശിലേക്കാണ് പോകുന്നത്. ആന്ധ്രാപ്രദേശിൽ 25 മണ്ഡലങ്ങളാണ് ആകെ വിധി എഴുതിയത്. ആന്ധ്രാപ്രദേശിൽ 25 മണ്ഡലങ്ങൾ, പോളിംഗ് ശതമാനം 68.04 രേഖപ്പെടുത്തുകയാണ്. രണ്ടാമതായി തെലങ്കാനയിലേക്ക് പോകുന്നു. തെലങ്കാന സംസ്ഥാനത്ത് 17 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഇന്ന് ആകെ തെരഞ്ഞെടുപ്പ് നടന്നത്. 17 മണ്ഡലങ്ങളിലായി 61.6% പോളിംഗ് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രേഖപ്പെടുത്തുകയാണ്. ഏറ്റവും വലിയ സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശിൽ 4ാം ഘട്ടത്തിൽ വിധി എഴുതിയത് 13 ലോക്സഭാ മണ്ഡലങ്ങളാണ്. 13 മണ്ഡലങ്ങളിലായി ആകെ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ് ശതമാനം 56.35 ആണ്. മഹാരാഷ്ട്ര സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ 4ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ 11 ലോക്സഭാ മണ്ഡലങ്ങളാണ് വിധി എഴുതിയത്. 11 മണ്ഡലങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ് ശതമാനം 52.49. മധ്യപ്രദേശിലേക്ക് പോകുമ്പോൾ മധ്യപ്രദേശിൽ 8 ലോക്സഭാ മണ്ഡലങ്ങളിലായാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. 8 ലോക്സഭാ മണ്ഡലങ്ങളിലുമായി ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 68.01% പോളിംഗ് പെർസെന്റേജ് ആണ് രേഖപ്പെടുത്തുന്നത്. അടുത്തതായി ബംഗാളാണ്. ബംഗാളിൽ 8 മണ്ഡലങ്ങളാണ് ഈ ഘട്ടത്തിൽ വിധിയെഴുതിയത്. ഏറ്റവും ആവേശകരമായി ജനങ്ങൾ സമീപിച്ച സംസ്ഥാനം കൂടി, തെരഞ്ഞെടുപ്പിനെ സമീപിച്ച സംസ്ഥാനം കൂടി ബംഗാളായി മാറുകയാണ്. 8 ലോക്സഭാ മണ്ഡലങ്ങളിലായി 75.66% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഈ 4ാം ഘട്ടത്തിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്ന സംസ്ഥാനവും ബംഗാളാകുകയാണ്. അടുത്തത് ബീഹാറാണ്. ബീഹാറിൽ 5 ലോക്സഭാ മണ്ഡലങ്ങൾ ഇന്ന് വിധി എഴുതുന്നു. 5 ലോക്സഭാ മണ്ഡലങ്ങളിലുമായി പോളിംഗ് ശതമാനം 54.14 ആണ്. ഒഡീഷയിലേക്ക് പോകുമ്പോൾ ഒഡീഷയിൽ 4 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. 4 ലോക്സഭാ മണ്ഡലങ്ങളിലുമായി ആകെ 62.96% പോളിംഗ്. ജാർഖണ്ഡിലേക്ക് പോകുമ്പോൾ ജാർഖണ്ഡിൽ 4 ലോക്സഭാ മണ്ഡലങ്ങൾ 4ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതി. 4 മണ്ഡലങ്ങളിലുമായി ആകെ പോളിംഗ് ശതമാനം 63.14. ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് 4ാം ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അത് ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീരിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. എല്ലാ ഘട്ടത്തിലും ജമ്മു കാശ്മീരിലെ ഓരോ മണ്ഡലങ്ങൾ വീതമാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകുന്നത്. ജമ്മു കാശ്മീരിൽ 35.75% മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തുന്നത്. ഇങ്ങനെയായിരുന്നു ഇന്നത്തെ തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളുടെ പൊതുചിത്രം. ഈ കണക്കുകൾ അന്തിമമല്ല. 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരമുള്ള പോളിംഗ് ശതമാനമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്.